അസ്സലാമലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളുടെ ക്ലാസ് മുറ്റീക്കെത്തിയ മൗലാന അൽതാഫ് ഹുസൈൻ ഹാലിന്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന പാഠത്തിന്റെ പേജ് നമ്പർ 196 പേജിൽ രണ്ടാമത്തെ മിസ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇതിലൂടെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൗലാന അൽതാഫ് ഹുസൈൻ ഹാലി കഴിഞ്ഞ 4-5 വരികളില് നമ്മളുടെ ആലി ബനാവില് ഉന്നതമായ നമ്മുടെ രാജ്യത്തുള്ള ഉന്നതമായ നിർമ്മിതികളെ എന്ത് ചെയ്യാണ് അഭിമുഖീകരിച്ചുകൊണ്ട് അവരോട് ഇത് ചോദിച്ചു. നിങ്ങളുടെ ഈ പ്രൗഢി കൊണ്ട് നിങ്ങളെ ദൂരത്ത് നിന്ന് എല്ലാവരും ബാക്കമാലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു കാണാൻ വരുന്നുണ്ട്, അവരൊക്കെ കണ്ടുവരുന്നു. നിങ്ങളുടെ പ്രൗഢി എന്താ ലോകം കൊണ്ടും പ്രശസ്തമാണ്. പക്ഷെ എന്റെ പ്രശസ്തിയും എന്റെ പ്രൗഢിയും കൊണ്ട് ഞങ്ങളുടെ സമൂഹത്തിന് എന്ത് ലഭിച്ചു എന്ന് ഇത് ചോദിച്ചു. അതിന് പിന്നെ എന്ത് ചെയ്യാണ്? അപ്പൊ അതിന് മറുപടിയാണ് ആര് പറയണത്? ഈ നമ്മളുടെ നിർമ്മിതികള്, ഈ താജ്മഹൽ, കുതുബ് മിനാർ അല്ലെങ്കിൽ ചെങ്കോട്ട പോലത്തെ വലിയ വലിയ നിർമ്മിതികളില്ലേ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയ ആ നിർമ്മിതികൾ ഇനി മറുപടി പറയാണ്. ആ മറുപടി പറയുന്ന ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. 196 പേജിലാണത്. ഇനി നോക്കാം. സർ നിഗൂൺ ഹോന. സർ നിഗൂൺ ഹോന എന്ന് പറഞ്ഞാല്, നിഗൂൺ ഹോന എന്ന് പറഞ്ഞാൽ തലകുനിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സർ നിഗൂൺ ഹോക്കർ എന്ന് പറഞ്ഞാലോ തല കുനിച്ചിട്ട് വോ സബ് ബോലി, അവരെല്ലാവരും എന്ത് ചെയ്തു പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? സബാനെ ഹാൽസെ ബോൽന എന്ന് പറഞ്ഞാല് തങ്ങളുടെ അവസ്ഥ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ വ്യക്തമാക്കുക എന്ന് പറയാം. തങ്ങളുടെ കോലം വ്യക്തമാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അവർ തങ്ങളുടെ അവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ട് എന്ത് ചെയ്തു പറഞ്ഞു, അല്ലെങ്കിൽ വ്യക്തമാക്കി, തങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കി എന്ന് പറഞ്ഞാൽ തല കുനിച്ചിട്ട് തങ്ങളുടെ അവസ്ഥ, ദയനീയ അവസ്ഥ എന്ത് ചെയ്തു വ്യക്തമാക്കി. ഞങ്ങൾക്ക് ഇതിൽ എന്തില്ല, യാതൊരു റോഡും ഇല്ല. അവരെന്ത് ചെയ്തു? തങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കിയിട്ട് എന്ത് ചെയ്തു പറഞ്ഞു. നോക്കാം. ഇനി അടുത്തത് ഹോസക്ക അംസെ എന്താണ്? അംസെ കുച്ച് എന്ന് പറഞ്ഞ ആരാണ് ആരപ്പോ വന്നത് ഇവിടെ? എന്റെ ഒളിച്ചുകളി ഞാൻ കാണിച്ചു കേട്ടോ. അലിംഫിയാൽ എന്നാണ്. അലിംഫിയാൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അലിംഫിയാൽ എന്ന് പറഞ്ഞാല് കേട്ടുക്കണോ? നമ്മള് മറസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല. ഇംഫിയാൽ എന്ന് പറഞ്ഞാല് കുട്ടികളെ എന്താണ് അറിയോ? കഷ്ടം അല്ലെങ്കിൽ ലജ്ജിക്കുന്നു, വളരെ വല്ലാത്ത ഖേദത്തിനാണ് പറയാ. അപ്പൊ നോക്കൂ ഇവിടെ നോക്കി. ഓസക്ക എന്ന് പറയുന്നതാണ് സാധിച്ചു. ഹംസെ ഓസക്ക എന്നാലോ ഞങ്ങളെ കൊണ്ട് ചെയ്തു സാധിച്ചു. എന്നാലോ ഹംസെ കുച്ച് ഹോസക്ക എന്ന് പറഞ്ഞാലോ 1 2 3 ഇങ്ങനെ ഈ ഓർഡർ വന്നാല് അതിന് അതിന്റെ അർത്ഥം എന്തായിരിക്കും? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹംസെ കുച്ചിനെ ഹോസക്ക പറയാണ് മേനെ ബഡി കോശിഷ് കി, ബഹുത് കോശിഷ് കി, മഗർ മുസ്സെ കുച്ച് ഓനസക്കി എന്ന് പറഞ്ഞാലോ എന്നെ കൊണ്ടൊന്നും എന്തില്ല, സാധിച്ചില്ല പറയാറില്ലേ? കുച്ച് ഹോസക്ക എന്ന് പറഞ്ഞാല് എന്തെങ്കിലും സാധിക്കുക. എന്നാൽ ഹംസെ എന്നെ കുച്ച് ഹോസക്ക എന്ന് പറഞ്ഞാലോ ഇവിടെ സേന്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒന്നിനും സാധിച്ചില്ല. ഹോസക്ക എന്ന് പറഞ്ഞാൽ സാധിക്കുക. അങ്ങനെ എന്താ പറയണത്? ഇംഫിയാൽ പറഞ്ഞാല് ഷറം, എന്താ പറയാ? ഷറം അല്ലെങ്കിൽ ഹയ, അല്ലെങ്കിൽ എന്താണ്? നിദാമത്ത് പറഞ്ഞാണ് ഖേദം. എന്താ പറയാ? ഖേദം. പച്ചത്താന വല്ലാത്ത ഖേദം, വല്ലാത്ത കഷ്ടം നമ്മൾ പറയില്ലേ, അവിടെ അങ്ങനത്തെ അവസ്ഥയിൽ ഉപയോഗിക്കണാണ് ഇംഫിയാൽ എന്ന് പറയാം. അപ്പൊ അങ്ങനെ പറയും സ്പീഡിൽ പറയാം. അലിംഫിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസക്കിന എന്ന് പറഞ്ഞാല് സാധിക്കുക, ഹോസക്ക പറഞ്ഞാലോ സാധിച്ചു, ഹംസ പറഞ്ഞാൽ നമ്മളെ കൊണ്ട്, കുച്ച് പറഞ്ഞാലോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഹംസ കുച്ച് ഒന്നും സാധിച്ചില്ല. കഷ്ടം, വളരെ കഷ്ടം. കാരണം ഞങ്ങൾക്ക് എന്തില്ല, ജീവനില്ലല്ലോ. അപ്പൊ ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയും. സർ നിഗു ഹോക്കർ ബോലി. എങ്ങനെ പറഞ്ഞത്? ജബാനെ ഹാൽസെ ബോലി. ഇവിടെ പുതിയ വാക്ക് ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ നിഗുൻ ഹോന അത് പുതിയ വാക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നെ അലിംഫിയാൽ എന്നുള്ള പുതിയ വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഹംസെ കുച്ചിന ഹോസക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൂടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കഷ്ടം വല്ലാത്ത ഖേദമുണ്ട്. ഇനി അടുത്തത് എന്താ പറയുക നമുക്ക് നോക്കാം. ഇത് എത്രാമത്തെ വരിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇന്നത്തെ രണ്ടാമത്തെ വരി കേട്ടോ. ബാനിയോനെ. എന്താ ബാനി എന്ന് പറഞ്ഞാല്? ബാനിയോനെ നിർമ്മാതാക്കൾ. പറഞ്ഞാല് ആയിരുന്നു അല്ലെ? ബനായ എന്ന് പറഞ്ഞാലോ നിർമ്മിച്ചു. ഇസ്ലിയെ എന്ന് പറഞ്ഞാലോ ഇതുകൊണ്ട്. എന്തുകൊണ്ട്? ഗോയ ഹമേ.
ഇനി നോക്കൂ ഗോയ. ഇതിൽ നിങ്ങൾ അറിയാത്ത വാക്കുകൾ ഏതാണെന്നുണ്ടെങ്കിൽ ഏത് മാത്രമേ ഉള്ളൂ? ഗോയ മാത്രമേ ഉള്ളൂ. നമുക്ക് ഗോയ പഠിക്കാം. എന്താണ് ഗോയ എന്ന് പറഞ്ഞാല്? ഗോയ എന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ അർത്ഥം? മാനിന്ത്. മാനിന്ത് പറഞ്ഞാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? മാനിന്ത് പറഞ്ഞ പോലെ അല്ലേ? തരഹ് എന്താ പറയാ? തരഹ്, ജൈസ ഒക്കെ പറയില്ല നമ്മള്. പോലെയൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത് തന്നെ നമ്മൾ പറയില്ലേ? ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. ആൾമോസ്റ്റ്. ഗോയക്ക് എന്താ അർത്ഥമുണ്ട്? ആൾമോസ്റ്റിന്റെ അർത്ഥമുണ്ട്. ഏതാണ്ട് അല്ലെങ്കിൽ തന്നെ എന്നർത്ഥമുണ്ട്. എന്താണ്? തന്നെ. ഇനി നോക്കൂ നമുക്ക് ഗോയ. പിന്നെ അപ്പൊ ഒരു ഉദാഹരണം പറയും. ഗോയക്ക് മാനിന്ത് പോലെ എന്നതിന് ഉദാഹരണം പറയുവോ? എന്താണ്? പിന്നെ तस्नीने क्लास में ऐसे तशरीफ लाई गोया वो उस्तादा है. അവൾ ഉസ്താദിനെ പോലെ. എന്താണ്? ഗോയ വോ കോയി ഉസ്താദ ഹേ. അവൾ വലിയ ഉസ്താദിനെ മാറി എന്ത് ചെയ്തു? ക്ലാസ്സിലേക്ക് എന്ത് ചെയ്തു? കടന്നു വന്നു. ഗോയ പോലെ. അപ്പൊ ഏതാണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ പറയാം. തന്നെ എന്നുള്ള അർത്ഥത്തിന് എന്ത് ഉപയോഗിക്കും? ഗോയ ഉപയോഗിക്കുന്നതാണ്. നോക്കാം. തന്നെ പൂർണ്ണമായിട്ടല്ല, ഏകദേശം സംശയമുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ തന്നെ നമ്മൾ പറയല്ലേ ആ അർത്ഥത്തിന്. ബാനിയോനെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? ഗോയ കൊടുക്കണം അല്ലേ? ഗോയ. പിന്നെ ബാനിയോനെ എന്ന് പറഞ്ഞാലോ നിർമ്മാതാക്കൾ ബനായ ഹമേ ഒന്ന് ഇത് കഴിഞ്ഞാൽ ഗോയ, രണ്ട് ഇത്. പിന്നെ ഏതാ വേണ്ടത്? ഹമേ. പിന്നെ ഏതാ വേണ്ടത്? 4. പിന്നെ ഏതാ വേണ്ടത്? 5, 6 അല്ലേ? പറഞ്ഞാണ്. ബാനിയോനെ ഗോയ ബാനിയോനെ ഹമേ ഇസ്ലിയേ ബനായാത്ത എന്ന് പറഞ്ഞാല് പിന്നെ ഒരു പക്ഷേ ഇതിന്റെ നിർമ്മാതാക്കൾ ഞങ്ങളെ ഇതിന് വേണ്ടിയായിരിക്കാം ഉണ്ടാക്കിയത്. ബനാന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. ബനായ എന്ന് പറഞ്ഞാൽ മാസി, ഉണ്ടാക്കി. അപ്പം ഇതിന് നിർമ്മാതാക്കൾ, ഞങ്ങളുടെ നിർമ്മാതാക്കൾ ഒരു പക്ഷേ ഇതിന് വേണ്ടിയായിരിക്കാം ഞങ്ങളെ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ. അപ്പോ പറയും. ബാനിയോനെ താ ബനായ ഇസ്ലിയേ ഗോയ ഹമേ. ബാനിയോനെ താ ബനായ ഇസ്ലിയേ ഗോയ ഹമേ. നമ്മളുടെ നിർമ്മാതാക്കൾ, ഇതിന്റെ ഓർഡറാണ് ഗോയ ബാനിയോനെ ഹമേ ഇസ്ലിയേ ബനായാത്ത എന്നല്ല അതിന്റെ ഓർഡർ. അപ്പൊ ഇതിന്റെ നിർമ്മാതാക്കൾ ഞങ്ങളെ ഇതിന് വേണ്ടിയായിരുന്നു സൃഷ്ടിച്ചിരിക്കുന്നത്. ഞങ്ങളെ ഉണ്ടാക്കിയിരുന്നത് ഇതിന് വേണ്ടിയായിരിക്കാം. ഏതിന് വേണ്ടി നോക്കോ? എന്തിനു വേണ്ടി? ഹംകോ. എന്താണ്? ഹംകോ, നമ്മളെ പറഞ്ഞാൽ ആരാണ്? കുത്തുബ് മിനാർ, ചാർമിനാർ, ലാൽക്കില്ല അല്ലെ? വഗൈറ बहुत सारी तारीखी इमारतें हैं जो हमारे बुजुर्गों ने बनवाई है. അപ്പൊ എന്താണ്? ഹംകോ ജബ് ദേക്കെ എന്ന് പറഞ്ഞാലോ നോക്കുമ്പോ. ഹംകോ ജബ് ദേക്കെ ഖൽഫ് അസ്ലാഫ് ഖൽഫ് പറഞ്ഞാണ്. ഖൽഫ് ആർക്കും അറിയാം? ഒരു പോയിന്റ് ഒപ്പം കിട്ടിയിട്ടോ? ഇതുവരെ കിട്ടിയില്ല. പഠിച്ചോണ്ട് ഞാൻ ഇവിടെ എന്താ അർത്ഥം വെക്കുക? ഞാൻ ഇതാക്കിയതാണ് ഇപ്പൊ കിട്ടിയത്. ഖൽഫ് അസ്ലാഫ് റോയാക്കരെ എന്നാണ്. റോയാക്കരെ എന്ന് പറഞ്ഞാല് രോന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കരയാ. രോ എന്ന് പറഞ്ഞാലോ കരയെ. രോയാക്കര എന്ന് പറഞ്ഞാൽ കരയട്ടെ. ഇതിന് എന്തർത്ഥമുണ്ട്? ഒരു ഡെയിലി എന്നർത്ഥമുണ്ട്. ഇതിന് ഇങ്ങനെ സ്ട്രക്ചർ വരുമ്പോ കേട്ടോ വിശദീകരിച്ച് പറയാം. ഒന്നുകൂടി നോക്കി ശ്രദ്ധിച്ചിരിക്കുക. ബാനിയോനെ താബനായ ഇസ്ലിയേ ഗോയ ഹമേ. ഞങ്ങളുടെ നിർമ്മാതാക്കൾ ഞങ്ങളെ ഇതിന് വേണ്ടിയായിരിക്കാം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ് ഗോയ ആദ്യം കൊടുക്കണം. എന്ത് ചെയ്യണം? എന്തിന്? ഹംകോ ജബ് ദേക്കെ, നമ്മളെ നോക്കുമ്പോ. ആര് നോക്കുമ്പോ? ഖൽഫ് പറഞ്ഞാരാണ്? പിന്മുറക്കാരെ. ആര്? പിന്മുറക്കാരെ ഞങ്ങളെ നോക്കുമ്പോ. വരുന്ന തലമുറ ആനേവാലി നസൽ. ആനേവാലി നസൽക്ക് എന്ന് പറയാ. ആനേവാലി നസൽ പറഞ്ഞാണ് വരും തലമുറ അല്ലെ? നസൽ പറഞ്ഞ തലമുറ, ജനറേഷൻ. എന്താണോ? ജനറേഷൻ ടു കം, വരും തലമുറ ഞങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യട്ടെ? നോക്കുമ്പോ എന്ത് ചെയ്യണം? അസ്ലാഫ് കോ രോയാക്കരെ. അസ്ലാഫ് പറഞ്ഞാണ് പൂർവികർ. അസ്ലാഫ് പറഞ്ഞാല്
ഇതിന് വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ അവർക്കൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ഉറുദുവിൽ ഇത് മാത്രം വെച്ചാൽ കേട്ടോ. ഹൽഫ് സൽഫ് ഹൽഫ് പറഞ്ഞാല് വരും തലമുറ. പിന്നെ അസ്ലാഫ് പറഞ്ഞാലോ ബുസുർഗ് എന്നാണ്, പൂർവികർ, ബുസുർഗ്. ഓക്കെ. അമുക്ക് ജബ് ദേഖേ ഖൽഫ് അസ്ലാഫ് കോ രോയാ കരേ എന്ന് പറഞ്ഞത് അസ്ലാഫ് കോ രോയാ കരേ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അസ്ലാഫിനെ ഓർത്തിട്ട്, അസ്ലാഫ് കോ എന്ന് പറഞ്ഞാല് അസ്ലാഫിനെ ഓർത്തിട്ട് കരയണം, കരഞ്ഞുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ഞങ്ങളെ നിർമ്മിച്ചിരിക്കാം എന്ന് കവിയോട് ആര് പറയാണ്? ഈ ആലി ബനാവ് അല്ലെ, ആലിഷാൻ ഇമാറത്തിനും ഈ വലിയ വലിയ മണിമന്ദിരങ്ങള് ആരോട് പറയാണ്? നമ്മുടെ കവിയാകുന്ന അൽതാഫ് ഹുസൈൻ ഹാലിനോട് എന്ത് ചെയ്യാണ് പറയാണ്. അപ്പോ ചോദ്യത്തിന് മറുപടി ആയില്ലേ? അപ്പോ ജബ് ഷായറിനെ പൂച്ചാക്കെ ആക്കി ഷാന ഷൗക്കത്ത് ആപ്പോ ക്യോं ബൻവായ ഗയാ, എന്തുകൊണ്ട് നിർമ്മിച്ചു, എന്താണ് എന്നോട് നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? ഹംകോ ജബ് ദേഖേ, എന്താണ് ബാനിയോനെ ഗോയ ബാനിയോനെ ഹമേ ഇസ്ലിയെ ബനായാത്ത കെ ഇവിടെ കൂട്ടിച്ചേർക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അംകോ ജബ് ആര് ഹൽഫ് ദേക്കേത്തോ നോക്കുമ്പോ എന്ത് ചെയ്യണം? അസ്ലാഫ്കോ പൂർവികരെ ഓർത്തിട്ട് എന്ത് ചെയ്യണം? കരയാൻ വേണ്ടിയിട്ട്. പൂർവികരന്മാർ ചെയ്തു പോയ പണിയില്ലേ, ഒരു പണി ആലോചിച്ചിട്ട് എന്ത് ചെയ്യണം? കരയാൻ വേണ്ടിയിട്ടാണ് ഒരു ചെയ്തു വെച്ച പണിയല്ലേ, ഒരു കാര്യമില്ലാതെ വരും തലമുറക്ക് ഒരു ഉപകാരമില്ലാത്ത കുറച്ച് ബിൽഡിങ്ങൾ അവർക്ക് കെട്ടിവെച്ചിട്ടില്ലേ? ഈ ബിൽഡിങ്ങൾ എന്തിനാണ് കെട്ടിവെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബിൽഡിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ഈ ബിൽഡിങ്ങൾ കാണുമ്പോൾ വരും തലമുറ എന്ത് ചെയ്യണം? പൂർവികരെ ഓർത്തിട്ട് എന്ത് ചെയ്യണം? കരയണം. അപ്പൊ പാനിക്കോ രോയാ കരയെന്ന് പറഞ്ഞാലോ പാരിനെ എന്താണ് പാനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കരയുക. അല്ലെങ്കിൽ പാനിനെ ഓർത്തിട്ട് എന്ത് ചെയ്യുക? കരയുക. അല്ലെങ്കിൽ മൂത്തുക്കോ രോയാ കരയെന്ന് പറഞ്ഞാലോ മൂത്തിന് വേണ്ടിയിട്ട്, മരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കരയുക. മനസ്സിലായില്ലേ? അതേമാതിരി അസ്ലാഫ് പറഞ്ഞോ നമ്മുടെ പൂർവികരെ ഓർത്തിട്ട് എന്ത് ചെയ്യുക? കരയാ. ഇവിടെ കോന്റെ അർത്ഥം വേറെ അടുത്താണ് കേട്ടോ, വേറെ ഒരു മാനക്കാണ് ഇവിടെ ഉപയോഗിച്ചത് കേട്ടോ. അസ്ലാഫ് രോയാ കര പറഞ്ഞാല് അസ്ലാഫിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അപ്പൊ രണ്ടിന്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായത് കേട്ടോ, ഇങ്ങനെയാണെന്ന്. അപ്പൊ ഇതിന് ഓർഡർ പറഞ്ഞാണ് കുട്ടികളെ ഇത് ഒന്ന് തന്നെ. പിന്നെ രണ്ടേതാണ് ജബ്. ഓക്കെ, ജബ് ഓക്കെ. ജബ് ആര് ദേക്കേ അസ്ലാഫിനെ ഓർത്തിട്ട് നമ്മളെ പൂർവികരെ ഓർത്തിട്ട് എന്ത് ചെയ്യട്ടെ? കരയണം. രോയാ കരയെന്ന് പറഞ്ഞ സാറ് എന്തിനാ ആ സ്ട്രക്ചർ എങ്ങനെയാ? രോയാ കരയെന്ന് ആദ്യമായിട്ട് കാക്കുകയെന്ന് പറഞ്ഞാല് വിഷമിക്കേണ്ട, അതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഇത് അംബ്രല്ല, മുസാരിയാണ്. മുസാരി എങ്ങനെ കൊടുക്കുന്നത്? ഇത് സ്ഥിരമായിട്ട് കരയെന്ന് പറഞ്ഞാല് രോയാ കര അല്ലെങ്കിൽ കിയാ കര. ഇതിന്റെ അടുത്ത് ഒരു കൂട്ടുകാരൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? റഫീഖ് എന്താണ് ചായ പിലായക്കരോ എന്ന് പറഞ്ഞ എന്താണ്? ചായ വാങ്ങത്താ ശക്തി കൂട്ടിയിട്ട് പറയാനും എന്ത് ഉപയോഗിക്കുന്നതാണ്? കര അവിടെ ഉപയോഗിക്കുന്നതാണ്. അത് അപ്പൊ ചർച്ച ചെയ്യേണ്ട. നമുക്ക് വീണ്ടും ചെയ്യാം, അതിനെപ്പറ്റി വിശദമായിട്ട് ഇപ്പൊ പോവാം. സ്കിപ്പ് ചെയ്യും. ഇപ്പൊ ഇത്ര മാത്രം മനസ്സിലാക്കിയത് മുസാരിയാണ്, ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളിൽ എന്തുണ്ട്? സ്ഥിരമായി നോക്കുമ്പോഴൊക്കെ നമ്മൾ കരയാൻ വേണ്ടിയിട്ട് കരയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എപ്പോൾ നോക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ഒരു കരച്ചിൽ പറയാം. നമ്മൾ ഓർത്തിട്ട് എന്ത് ചെയ്യണം? കുറച്ചോനെ ഷാജാൻ മാറി പണി കാട്ടില്ലോ. എന്നാൽ ആ സമയത്ത് നമുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി നമ്മളിപ്പോ എവിടെ എത്തിയെന്ന് നമ്മളിപ്പോ നമ്മളെന്ത് കരഞ്ഞ് വിളിപ്പിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ പഠിക്കണേ. ബാനിയോനെ താപനായ ഇസ്ലിയെ ഗോയാ ഹമേ ഹം കുछ देखे खल्फ अस्लाफ को रोया करें. നോക്കൂ. അപ്പൊ ഒരു വിഷയം അവിടെ അവസാനിച്ചു അല്ലെ? ഒരു ചോദ്യം അതിന് ഉത്തരം ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? പോവുകയാണ്. നോക്കാം എന്താണ് പറയണത്. ഷൗക്കിസെ എന്നാണ് താല്പര്യത്തോടുകൂടെ ഉസ്നെ എത്ര തവണ വന്നാണ് കുട്ടികളെ? ഒന്നും വിടരുത്, വിട്ടുപോകരുത്. ഇത് മുത്തുകളാണ് കരുതണം. ഇത് സ്വർണത്തിന്റെ മുത്തുകളാണ് ഓരോ വാക്കുകളും. അങ്ങനെ കരുതി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങള് വൈകുന്നേരം നടന്നിങ്ങനെ പോവാണ്, സ്വർണത്തിന്റെ ഒരുപാട് മുത്തുകളാണ് ഇങ്ങനെ വീട് നടക്കുന്നത് എന്ന് കരുതുക. മനസ്സിലായില്ലേ? മക്ബറ എന്താണ്? മക്ബറ എന്താണ്? മക്ബറ തന്നെ
ശവകുടീരം അല്ലെ. ഏക്ക് ഷാന്താർ, ഷാന്താർ പറഞ്ഞാലോ ഷാന്താർ. ആ ഷൗക്ക് സെ ഉസ്നെ ബനായ മഖ്ബറ ഏക്ക് ഷാന്താർ എന്ന് പറഞ്ഞതാണ്. ഷൗക്ക് സെ വളരെ താല്പര്യത്തോടുകൂടെ ഉസ്നെ അദ്ദേഹം എന്ത് ചെയ്തു നിർമ്മിച്ചു, ബനായ നിർമ്മിച്ചു, എന്ത് നിർമ്മിച്ചു, മഖ്ബറ എന്ത് നിർമ്മിച്ചു, ഒരു ശവകുടീരം നിർമ്മിച്ചു. എങ്ങനത്തെ ഏക്ക് മഖ്ബറ, ഒരു മഖ്ബറ നിർമ്മിച്ചു. എങ്ങനത്തെ ഷാന്താർ, വളരെ മികച്ച മനോഹരമായ, വളരെ ഷാനാർ എന്നാണ് പ്രൗഢിയല്ലേ, ഷാന്താർ പറഞ്ഞാലോ പ്രൗഢിയുള്ള വളരെ മനോഹരമായ ഒരു പിന്നെ എന്ത് ചെയ്തു മഖ്ബറ ഉണ്ടാക്കി. ഏതാണ് മഖ്ബറ, ഏതാ മഖ്ബറ, താജ്മഹൽ അല്ലെ. ആര്, ഉസ്നെ പറഞ്ഞ ആര്, ഷാജഹാൻ. ഓക്കെ. ഷൗക്ക് സെ ഉസ്നെ ബനായ മഖ്ബറ ഏക് ഷാന്താർ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ, നിങ്ങൾ പിന്നെ 10ാം ക്ലാസ്സിലൂടെ ഫസ്റ്റിൽ പഠിച്ചതല്ലേ. അപ്പൊ ഷൗക്ക് സെ ഉസ്നെ ബനായ മഖ്ബറ ഏക് ഷാന്താർ. എന്നിട്ടോ പിന്നെ ചോട, ഓർ ചോട, ഓർ പിന്നെ ചോട എന്ന് പറയുന്നതാണ് ചോടിന് ഇട്ടേച്ചു പോയി അല്ലെ, ഇട്ടേച്ചു പോയി. ഉസ്നെ എന്ത് ചെയ്തു, അവന് ഉപേക്ഷിച്ചു. എന്ത് ഏക്ക് ഒന്ന്. ഐവാൻ പറഞ്ഞാൽ എന്താണ്, മാളിക, മന്ദിരം അല്ലെങ്കിൽ ഒക്കെ പറയട്ടോ ഐവാന്. ആലി പറഞ്ഞാണ് ഉന്നതമായ. യാദ്ഗാർ പറഞ്ഞാലോ ഓർമ്മല്ല, സ്മരണ. എന്താണ് സ്മരണ, സ്മാരകം. യാദ്ഗാർ പറഞ്ഞാല് സ്മാരക മന്ദിരം എന്ത് ചെയ്തു, വലിയൊരു മന്ദിരം മൂപ്പര് എന്ത് ചെയ്തു, ഉപേക്ഷിച്ചു പോയി. ഏതാ, താജ്മഹൽ അല്ലെ. ഷൗക്ക് സെ ഉസ്നെ ബനായ മഖ്ബറ ഏക് ഷാന്താർ. ഷൗക്ക് സെ വളരെ താല്പര്യത്തോടുകൂടെ ഉസ്നെ അദ്ദേഹം എന്ത് ചെയ്തു ഉണ്ടാക്കി, മഖ്ബറ ഒരു ശവകുടീരം, ഏക് വളരെ ഷാന്താർ ഏക് ഷാന്താർ മഖ്ബറ ബനായ. അതിന് ഓട്ടം എങ്ങനെയാണ്, ഷൗക്ക് സെ ഇത് ഞങ്ങളോട് മാറ്റിയില്ല കുഴപ്പമില്ല, ഇത് ഇങ്ങനത്തെ നോക്കാം. പിന്നെ ഇത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് 3, പിന്നെ എന്താണ് മഖ്ബറ, ഷാന്താർ മഖ്ബറ അല്ലെ. ഈ പറഞ്ഞാണ് പിന്നെ എന്താണ് ഷൗക്ക് സെ ഉസ്നെ 6 എന്താണ് പറയൂ. ഷൗക്ക് സെ ഉസ്നെ ഏക് ഷാന്താർ മഖ്ബറ ബനായ. എന്താണ് നല്ലൊരു എന്ത് ചെയ്തു, വളരെ മനോഹരമായ പ്രൗഢമായ ഒരു ശവകുടീരം ഉണ്ടാക്കി. എന്നിട്ടോ പിന്നെ ചോട ഉപേക്ഷിച്ചു. യാദ്ഗാർ ചോട എന്ന് പറഞ്ഞാലോ, യാദ്ഗാർ ചോടന എന്ന് പറയുന്നതാണ് സ്മാരകം അല്ലെ, ഒരു ഓർമ്മ എന്ത് ചെയ്തു ഇട്ടേച്ചു പോയില്ലേ, സ്മാരകം എന്ത് ചെയ്തു യാദ്ഗാർ ചോടന എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് ഓർമ്മകൾ എന്ത് ചെയ്തു ഇട്ടേച്ചു പോയിട്ട് നമ്മൾ പറയാറില്ലേ, അതിനെന്താ പറയുക, യാദ്ഗാർ ഓർമ്മ, യാദ്ഗാർ പറഞ്ഞ സ്മാരകം. ഓക്കെ. അപ്പോ എന്താണ് ഐവാനെ ആലി, എന്താണ് എന്താ മൂപ്പര് ഉപയോഗിച്ചിരിക്കണത്, ഇട്ടേച്ചു പോയിക്കണത് ഐവാനെ ആലി അല്ലെ, ആലി ഐവാൻ. ഞാൻ ഒരുപാട് ഈവാൻ എന്നാ വായിച്ചത്, ഐവാൻ എന്നാ വായിക്കണം കേട്ടോ. ആലി ഐവാൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഉന്നതമായ ഒരു ഐവാൻ പറഞ്ഞാൽ ശരിക്കും കേന്ദ്രം അർത്ഥം, അല്ലെങ്കിൽ എന്താണ് ദർബാറില്ലേ, ദർബാർ രാജാക്കന്മാരുടെ രാജസന്നിധി, അതിനും പറയാം ഐവാൻ എന്ന് പറയും. പിന്നെ രാജാക്കന്മാരുടെ മാളികക്കും ഐവാൻ എന്ന് പറയും തോന്നുന്നു, ഞാൻ ഉറപ്പിച്ചിട്ട് നാളെ പറഞ്ഞുതരാം. ഓക്കെ. ആലി ഐവാൻ എന്ന് പറഞ്ഞാല് പിന്നെ വലിയൊരു കേന്ദ്രം, അല്ലെങ്കിൽ എന്താണ് വലിയൊരു മാളിക മൂപ്പര് എന്ത് ചെയ്തു, ഓർമ്മയായിട്ട് എന്ത് ചെയ്തു, ഓർമ്മക്കായിട്ട് എന്ത് ചെയ്തു ഇട്ടേച്ചു അല്ലെ. ഓക്കെ. ഇതിന് ഓർഡർ പറയും, ഉസ്നെ ഏക് ഐവാനെ ആലി, ഇങ്ങനത്തെ വെച്ചാൽ മതി കേട്ടോ. ഐവാനെ ആലി 3 ഐവാനെ ആലി എന്ത് ചെയ്തു, യാദ്ഗാർ ചോട എന്ന് പറഞ്ഞാൽ എന്താണ്, യാദ്ഗാർ ചോട എന്ന് പറഞ്ഞാല് ഒരു അങ്ങനെ ഒരു പിന്നെ സ്മാരകം എന്ത് ചെയ്തു ഇട്ടേച്ചു അല്ലെ, അതെ ഓർമ്മ എന്ത് ചെയ്തു. നല്ലൊരു മലയാളം ഉണ്ട്, നിങ്ങൾ നല്ലൊരു മലയാളം പറയാത്തതാണ് യാദ്ഗാർ ചോട. ഞാനിത് എഴുതലുണ്ട്, പക്ഷെ ഇത് മലയാളത്തിൽ ഞാൻ ഓർക്കലില്ല അധികം. അങ്ങനെ ചോട ഉസ്നെ ഐവാനെ ആലി യാദ്ഗാർ, ഒരു യാദ്ഗാർ ഐവാനെ ആലി എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് ചെയ്തു ഉപേക്ഷിച്ചു പോയി. യാദ്ഗാർ എന്ത് ചെയ്തു, ഓർമ്മ എന്ത് ചെയ്തു, ഓർമ്മക്ക് അദ്ദേഹം എന്ത് ചെയ്തു ഇട്ടേച്ചു പോയി അല്ലെ. ഓക്കെ. ഇട്ടേച്ചു. ആരാണ് ഇത്, ഷാജഹാനെ പറ്റിട്ടാ പറയണത്. നമ്മുടെ വസ്തു ഏതാണ്, താജ്മഹൽ.
मकबरा. ओके वाइकिंग. शौक से उसने बनाया मकबरा एक शानदार और चौड़ा उसने ഇത് കാണാൻ പറഞ്ഞില്ലേ ഐവാനെ ആലി എന്ത് യാദ്ഗാർ ചോട എന്ന് പറഞ്ഞാല് ഓർമ്മ എന്താണ് നാളെ പറഞ്ഞുതരാം കേട്ടോ. യാദ്ഗാർ ചോടന എന്ന് പറഞ്ഞാൽ നല്ല മലയാളം കിട്ടുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? സ്മരണയായിട്ട് എന്ത് ചെയ്തു ഇട്ടേച്ചു അല്ലെ? സ്മരണയായി ഇട്ടേച്ചു അല്ലെ? ഓർമ്മയായി ഇട്ടേച്ചു. ഓക്കെ അടുത്തേക്ക് പോലെ ഏക്കിനെ ഒരാളെങ്ങനെ ചെയ്തു? സ്മാരകം ഇട്ടേച്ചു. പണിതു ഇട്ടേച്ചു പോയി. സ്മാരകം ഇട്ടേച്ചു. യാദ്ഗാർ പറഞ്ഞാല് സ്മാരകം കേട്ടോ. സ്മാരകം ഇട്ടേച്ചു അങ്ങനെ മതി. स्मारकम इट्टेचु. इനി അടുത്തോ ഏകിനെ ദുനിയാക്കെ പൗദേ ബാഗ് മേ അപ്നെ ലഗായേ. ഏകിനെ ഒരാളത് ചെയ്തു അല്ലെ? ഒരാളത് എന്ത് ചെയ്തു. ഇനി മറ്റാളെന്ത് ചെയ്യണത്? ഏക്കിന് അർത്ഥം തന്നെ എന്ത്? ഏക്ക് ആയ ഏക്ക് ഗയ എന്ന് പറഞ്ഞതാണ്. ഒരാൾ വന്നു മറ്റാള് പോയി. ഏക്കിന് എന്തർത്ഥമുണ്ട്? തസ്നി വേറെ എന്നർത്ഥം കേട്ടോ. മറന്നുപോയി. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഓർത്തു വെക്കിയത്. എന്നിട്ട് നിങ്ങൾ സെന്റൻസിൽ പ്രയോഗിക്കുകയും ആലോചിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പുരോഗതി ഉണ്ടാവുള്ളൂ കേട്ടോ. ഏക്കിനെ ദുനിയാക്കെ പൗദേ പറഞ്ഞാൽ പൗദ പഠിച്ചിട്ടുണ്ടാവൂലോ നമ്മളൊക്കെ ചെറുപ്പത്തില്. പൗദേ ഭാഗമേ എല്ലാവർക്കും അറിയാം. ഭാഗമേ അപ്പിനെ ലഗായേ എന്ന് പറയുന്നതാണ്. ലഗായേ എന്ന് പറയുന്നതാണ് ലഗാന വെക്കുക നടുക ഒക്കെ നടത്തട്ടോ. പൗദേ ലഗാന എന്ന് പറഞ്ഞാലോ ചെടികൾ. പൗദ എന്ന് പറഞ്ഞാല് ചെടികൾ നടുക എന്നാണ് അർത്ഥം. ഏക്കിനെ വേറെ എന്ത് ചെയ്തു? ദുനിയാക്ക് ലോകത്തിൽ എന്ത് ചെയ്തു? പൗദേ എന്ത് ചെയ്തു? പൗദേ അപ്പിനെ ഭാഗമേ തന്റെ പൂന്തോപ്പിൽ എന്ത് ചെയ്തു? വെച്ചു പിടിപ്പിച്ചു. അതേതാണ്? മുഗൾ ഗാർഡൻ അല്ലേ? അതേതാണ്? മുഗൾ ഗാർഡൻ. ഇന്നത്തെ മുഗൾ ഗാർഡൻ അല്ലേ പാർലമെന്റിലുണ്ട്? അതല്ലേ തോന്നുന്നു അല്ലേ? ആരപ്പ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ? നല്ല അടിപൊളി ലോകത്തിലുള്ള വിവിധ പൂക്കളെ കൊണ്ടിട്ട് എന്ത് ചെയ്തു? തന്റെ ഭാഗം എന്ത് ചെയ്തു? ഉസാറാക്കിയില്ലേ? അതാരായിരുന്നു? അത് നിങ്ങൾ ആലോചിച്ച് പറയട്ടില്ലേ ഹോംവർക്ക്. ഏക്കിനെ ദുനിയാക്കെ പൗദേ ഭാഗമേ അപ്പിനെ. പൗദേ ലഗാന എന്ന് പറഞ്ഞാല് പൗദ എന്ന് പറഞ്ഞാൽ ചെടി അല്ലെ? പൗദേ ലഗാന എന്ന് പറഞ്ഞാലോ ചെടികൾ നട്ടുപിടിക്കുക നടുക എന്താണ്? നട്ടുപിടിപ്പിക്കുക എന്ന് പറയട്ടോ. അപ്പൊ ഇതിന് ഓർഡർ പറയും. ഇതിന് ഓർഡർ ഇങ്ങനെ തന്നെ. ഏക്കിനെ ദുനിയാക്കെ പൗദേ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് മാത്രം മാറ്റിയാൽ മതി? അപ്പിനെ എന്നുള്ളത് ഇങ്ങോട്ട് കൊടുത്താൽ മതി അല്ലെ? അപ്പിനെ ഭാഗമേ ലഗായേ എന്ന് പറഞ്ഞാല് എന്താണ്? തന്റെ തോട്ടത്തിൽ എന്ത് ചെയ്തു? തോട്ടത്തിൽ എന്ത് ചെയ്തു? വെച്ചു നട്ടു. പിന്നെ ഏക്കിനെ ഇത് ഒരു കാവ്യാത്മകമായ അവതരണമാണിത്. അപ്പൊ എന്താണ്? വേറെ ഒരുത്തൻ എങ്ങനെ ചെയ്തു? നിങ്ങൾക്ക് അതിന് ഉദാഹരണം മറ്റൊരുത്തൻ എന്ത് ചെയ്തു? മറ്റേ ചെയ്തു? ചോടെ എന്ന് പറയുന്നത് ഇട്ടേച്ചു. എന്ത്? ദഫീനെ എന്ന് പറയുന്നത് ദഫീന. പുതിയ വാക്ക് നല്ല വാക്ക്. ദഫീന പറഞ്ഞാണ് പറയൂ. നിധി. എന്താണ്? നിധി. എന്തിന്റെ നിധി അറിയോ? സീം പറഞ്ഞാണ് സീം വെള്ളി. സ്വർണത്തിന്റെയും വെള്ളിന്റെയും എന്ത് തേച്ചു? ദഫീന എന്ത് ചെയ്തു? നിധി എന്ത് ചെയ്തു? തേച്ചു പോയി. എങ്ങനത്തെ ദഫീന എന്നറിയോ? ബേഷുമാർ പറഞ്ഞാൽ ആർക്കും അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. ആർക്കറിയാം? എണ്ണമറ്റ ഷുമാറില്ലാത്ത കണക്കില്ലാത്ത സ്വർണത്തിന്റെയും വെള്ളിന്റെയും നിധി എന്ത് ചെയ്തു? ഒരാൾ ഉപയോഗിച്ചു. അതാരായിരുന്നു? ഔറംഗസീബ്. ആരാണ്? ഔറംഗസീബ്. ഓ എത്ര കണ്ടമാണ് സ്വർണം. ഇതൊക്കെ മക്കളെ കൊടുത്ത പിന്നെ ഓള് കള്ള കുടിക്കോളൂ. ഓള് അടിച്ചു കുടിച്ചാണ് ജീവിച്ചു. ഒരു ബ്രിട്ടീഷുകാർ വരുന്ന കണ്ടേയില്ല. ബംഗാൾക്കുള്ള ആര് വരുന്നുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ വരുന്നുണ്ടായിരുന്നു. അതുപോലെ കണ്ടേയില്ല. ഓല അടിച്ചു പൊടിച്ചു. കാരണം അത്ര സമ്പത്ത് ശരി. അപ്പോ ഏക്കിനെ ദുനിയാക്കെ പൗദേ ഭാഗമേ അപ്പിനെ ലഗായേ. ഏക്കിനെ ചോടെ ദഫീനെ എന്ന് പറഞ്ഞാൽ നിധികള്. എന്തിനാ നിധികള്? സീം പറഞ്ഞാൽ വെള്ളി. ഇതൊക്കെ ഇപ്പൊ പുതിയ വാക്കാണ്. ഇപ്പൊ പഠിക്കണം. സീം പറഞ്ഞാല് വെള്ളി. പിന്നെ എന്താ? സെർ പറഞ്ഞാലോ
സ്വർണത്തിന്റെയും വെള്ളിന്റെയും അളവറ്റ നിധി എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു പോയി. ഒരാൾ എന്ത് ചെയ്തു? തന്റെ തോട്ടത്തിൽ എന്ത് ചെയ്തു? ലോകത്തിലുള്ള വിവിധ ചെടികൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ലഗായെ, അല്ലേ, നട്ടു. ഒന്ന് വായിക്കുക സ്പീഡില്. एक ने दुनिया के पौधे बाग में अपने लगाए, एक ने चौड़े जफीरे सीम और बेशुमार. സീമ വസിറുന്നോ? ആരാ വസിർ പറഞ്ഞത്? ഞാൻ അറിഞ്ഞല്ലോ. ഇത് സീമോ, സീമോ ഇത് ആദ്യത്തെ അർത്ഥാണ് വാവ് കേട്ടോ. നമ്മൾ പറയില്ലേ നമ്മൾ ഓറില്ലേ, ഓറ് അല്ലെങ്കിൽ ആന്റി പറഞ്ഞു, അതാണ് സീമോ എന്താ പറയാ? സീമോ. ഇത് ഓന്നാ വായിക്കണോ? ഓ കേട്ടോ, സീമോ. ഓക്കെ, എന്തൊക്കെ കളികളുണ്ട് അല്ലേ അവിടെ. എന്നായോ ഏക്ക്, ഏക്ക് ഒന്നും നോക്കണില്ല, നിങ്ങൾ വല്ല ജസ്റ്റ് ഇങ്ങനെ നോക്കി പോവാണ്. പിന്നെ എങ്ങനെ പഠിച്ചിട്ട് എത്ര കൊല്ലം പഠിച്ചിട്ടും കാര്യമില്ല. ഏക്ക് കുറച്ച് പഠിക്കുക, അല്ല കുറച്ചു കാലം പഠിക്കുക, പഠിക്കണം ഉസാറായി പഠിക്കുക, പൊടിച്ചു പഠിക്കുക. ഷംനന്റെ ഭാഷയിൽ പറഞ്ഞ അടിച്ചു പൊടിക്കുക, ഇതല്ലേ. മുഹിബ് എന്താണ്? ഏക്ക് മുഹിബ് എന്താണ്? മുഹിബെ കൗമറാലോ. എന്തത് ഇങ്ങനെ? എന്റെ എഴുത്തും ശരിയല്ല, നിങ്ങൾ നോക്കിട്ടോ ഒന്നും തമാശ അല്ല. എന്താണ്? ഏക്ക് മുഹിബെ കൗമറാലോ. അല്ല ചെയ്ത് ഒറ്റ മോശമാണ് എന്റെ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാലും അങ്ങനെ തന്നെ. ഏക്ക് മുഹിബെ കൗമറാലോ, ഒരു ജനങ്ങളെ സ്നേഹിക്കുന്നവർ. മുഹിബ് പറഞ്ഞ സ്നേഹിക്കുന്നവന്, കൗമറ ജനത. മുഹിബെ കൗമറാലോ, വേറൊരു മുഹിബെ കൗമർ ജനങ്ങളെ സ്നേഹിക്കുന്ന ആളില്ലേ, അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ എന്ത് ചെയ്തു? മുബാറക്ക്. മുബാറക്ക് പറയാനോ പവിത്രമായ ഹാത്സേ പറഞ്ഞാലോ കൈകൊണ്ട്. തന്റെ മുബാറക്ക് ഹാത്സ, തന്റെ പവിത്രമായ ആ വിശുദ്ധമായ കരം കൊണ്ട് ഒരു ആര്? ജനങ്ങളെ സ്നേഹിക്കുന്ന കൗമിക്ക് താലീം കൗമിക്ക് മൂപ്പര് എന്താ ചെയ്തത്? കൗമിക്ക് താലീം പറഞ്ഞാലോ ജനതയുടെ വിദ്യാഭ്യാസത്തിന്റെ പിന്നെ ബുനിയാദ് പറഞ്ഞാൽ ആർക്കും അറിയില്ലല്ലോ. അടിത്തറ എന്ത് ചെയ്തു? ഡാലി എന്താണ്? ഇടുക എന്താണ്? ഇടുക. ഓക്കെ, ബുനിയാദ് ഡാലി എന്ന് പറഞ്ഞാലോ അടിത്തറ ഇട്ടു, അതായത് അടിത്തറ പാകി. ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാകം നമ്മൾ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഉസ്തവാർ എങ്ങനത്തെയാണ്? ഉസ്തവാർ പറഞ്ഞാലോ ശക്തമായ, സുശക്തമായ. എന്താണ്? സുശക്തമായ എന്ന് പറഞ്ഞാലോ ശക്തമായ. കോമിക്ക് തൈലീമിക്ക് ബുനിയാദ്. നമുക്ക് ഒന്ന് മ്യൂട്ടാക്ക്. ആരാച്ചത്? കൗമിക്ക് താലീംക്ക് ബുനിയാദ് ഡാലി ഉസ്തവാർ. എന്താണ്? കൗമിക്ക് ജനതയുടെ വിദ്യാഭ്യാസത്തിനായിട്ട് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഉസ്തവാർ ബുനിയാദ് ഡാലി. ഈ ഉസ്തവാർ എവിടെ കൊടുക്കണം? ഇത് കൃത്യമാണ് ഓർഡർ. കൗമിക്ക് താലീമിക്ക് ഉസ്തവാർ എവിടെ കൊടുക്കേണ്ടത്? ഉസ്തവാർ ഓർഡർ. ഉസ്തവാർ ബുനിയാദ് ഡാലി എന്ന് പറഞ്ഞാലോ സുശക്തമായ അടിത്തറ എന്ത് ചെയ്തു? പാകി. അതാരായിരുന്നു? നമ്മുടെ പള്ളികള്, നമ്മള് വലിയ വലിയ മിനാരങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആള് മനസ്സിലാക്കിയത് ഈ കൗമിന്റെ ജനതയ്ക്ക്, ഈ ജനതയുടെ പുരോഗതിക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഒരേ ഒരു കാര്യം നമുക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ബ്രിട്ടീഷുകാർ നമ്മളെ മേലെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. നമ്മൾ ബ്രിട്ടീഷുകാർ ചെറുക്കണമെങ്കിൽ എന്ത് വേണം? ബ്രിട്ടീഷുകാർക്ക് ഉള്ളതും നമുക്ക് ഇല്ലാത്തതുമായ ഒരു കാര്യമുണ്ട്. ആ കാര്യം ഏതാണ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യം നേടാൻ ശ്രമിക്കണം. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയത് വിദ്യാഭ്യാസം. അതിനുവേണ്ടി മൂപ്പര് എന്ത് ചെയ്തു? വലിയൊരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണെന്ത്? പേരില്ലേ? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ആരായിരുന്നു ഉണ്ടാക്കിയത്? സർ സയ്യിദ് അഹമ്മദ് ഖാന്. മനസ്സിലായോ? എന്നുണ്ടാക്കിയോണോ? 1800 എത്രയിലാണ്? 1873 എത്രയിലാണ്? കൃത്യമായിട്ട് ഓർമ്മല്ല. സൊസൈറ്റി പിന്നെ ആംഗ്ലോ അറബിക് കോളേജ് ആയിരുന്നു അല്ലല്ല, അന്ന് യൂണിവേഴ്സിറ്റി തന്നെ ആയിരുന്നു. കോളേജ് വലിയ യൂണിവേഴ്സിറ്റി. വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഇല്ലേ? ഓക്സ്ഫോർഡ് ഇല്ലേ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്റെ മാതൃകയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
മനസ്സിലായില്ലേ? അതിന്റെ ചുമരോടും ഒക്കെ കണ്ടാൽ നമുക്ക് നേരെ മനസ്സിലാവും. സയന്റിഫിക് സൊസൈറ്റിയോ? സയന്റിഫിക് സൊസൈറ്റി ആയിരുന്നു ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ അത് മദ്രസയായിട്ട് മാറി, പിന്നെ അത് കോളേജായിട്ട് മാറിയതാണ് കേട്ടോ. ആംഗ്ലോ അറബിക് കോളേജ്, മുഹമ്മദൻ കോളേജ് എന്നായിരുന്നു അതിന്റെ പേര്. പിന്നെ മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്കി മാറ്റി. മനസ്സിലായി? അപ്പൊ അങ്ങനെ അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു, അതിന് ഉസ്തവാർ ബുനിയാദ് ഡാലി എന്ന് പറയുന്നതാണ് സുശക്തമായ ഒരു അടിത്തറ. എന്താണ്? കൗമിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കീന്റെ അർത്ഥം എന്നാണ് വേണ്ടി നടത്തട്ടോ. കീ ബുനിയാദ് ഉസ്തവാർ ബുനിയാദ് ഡാലി സുശക്തമായ എന്ത് ചെയ്തു, ഒരു എന്തുണ്ടാക്കി, എന്നിട്ടു ഒരു അടിത്തറ എന്ത് ചെയ്തു ഇട്ടു. ഒന്ന് വായിക്കും. യക് മുഹിബ്ബെ ഖൗമിനെ അപ്നെ മുബാറക് ഹാദിസ ഖൗമിക്ക് താലീം കി ബുനിയാദ് ഡാലി ഉസ്തവാർ. അടുത്തത് പോലെ വേറൊരു പോയിന്റ് നമ്മൾ കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ പൂർവികരായ രാജാക്കന്മാരൊക്കെ എന്ത് ചെയ്തു, പിന്നെ വലിയ വലിയ മക്ബറകള് അതുമായിരിക്കുന്ന സ്വർണ്ണങ്ങളൊക്കെ എന്ത് ചെയ്തു ഉപേക്ഷിച്ചു പോയത് അല്ലേ? ഓരോ എത്രത്തോളം ചോദിച്ചാൽ ഓരോ കെട്ടിടങ്ങളൊക്കെ ഫുൾ എന്തുമായിരുന്നു, സ്വർണത്തിലിരുന്നു. സ്വർണത്തിൽ മുങ്ങി കിടക്കിയിരുന്നു. ഓരോ മക്ബറകളൊക്കെ മുങ്ങി കിടക്കിയിരുന്നു. അപ്പൊ ചോദിക്കും, സാറേ ഇപ്പൊ സ്വർണ്ണങ്ങളൊക്കെ എവിടെയാണ്? ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി ഒക്കെ ഇളക്കി, ഓളം ചെയ്തു ഒക്കെ ഇളക്കി കൊണ്ടുപോയി. മനസ്സിലായോ? അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു ഈ ലോകത്ത്. എവിടെ ഇനി എന്തൊക്കെ നടക്കാൻ പോണു? ഹോഗി എന്താണ്? ഹോഗി പറഞ്ഞാൽ ആയിരിക്കും, ഉണ്ടായിരിക്കും, ആയിരിക്കും. എന്ത്? ആലം പറഞ്ഞാൽ ആർക്കും അറിയില്ല. ആലിമല്ല, ആലം. ഹോഗി ആലം മേ കഹോ 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 പറഞ്ഞോ. സർസബ്സ് പറഞ്ഞാണ് സർസബ്സ് പറഞ്ഞാണ് സബ്സ് പിച്ചലി മുറാദ് എന്താണ്? സർസബ്സ് പറഞ്ഞാല് സബ്സ് പറഞ്ഞ പച്ചക്കറി, സബ്സ് പറഞ്ഞ പച്ചപ്പ്. സർസബ്സ് പറഞ്ഞാലോ സസ്യശ്യാമളം, ഹരിതാപം. എന്താണ്? ഹരിതാപമായി തീരും. ലോകത്തുണ്ടാവുന്നതാണ് ഇത്. എന്താണ്? തളിർത്ത് വരുന്നതാണ്. ഹോഗി ആലമ്മേ കഹോ. ധൈര്യമായിട്ട് മക്കളെ പറയുങ്ങള്, നീയും ധൈര്യമായിട്ട് പറയും. ഹോഗി ആയിരിക്കും, എന്ത്? ആലമ്മേ, ആ ലോകത്ത് ആയിരിക്കും. എന്തായിരിക്കും? സർസബ്സ് എന്തായിരിക്കും? ഹരിതാപമായിരിക്കും. അതായത് എന്താണ്? ലക്ഷ്യം കൈവരിക്കുന്ന പറയില്ലേ, ഫലം കാണുന്നു പറയില്ലേ. സർസബ്സ് ഹോഗി എന്ന് പറയുന്നത് എന്താണ്? സർസബ്സ് ഹോഗി എന്ന് പറഞ്ഞാല് ഫലം കാണുന്ന പറയാറില്ലേ. ലോകത്ത് എന്താവുന്നതാണ്? ഇത് പച്ചപ്പുള്ളതായിരിക്കും. ഈ പിച്ചലി മുറാദ് പറഞ്ഞാൽ ഈ അവസാനത്തെ മോഹല്ലേ, എന്താണ്? കഴിഞ്ഞ മോഹങ്ങളില്ലേ അദ്ദേഹത്തിന്റെ, സർ സയ്യിദിന് എന്തുണ്ടായിരുന്നു? ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു. സമൂഹം എന്തായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹത്തിന് വലിയൊരു മോഹങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നമ്മുടെ മദ്രസകൾ ഫുള്ള് തകർത്ത് തെരിപ്പണാക്കി. ആരാ വന്നത്? ബഷീറാണ്. എന്താണ്? ഹോഗി ആലമ്മേ എന്താണ്? ഹോഗി ആലമ്മ പറഞ്ഞാൽ ലോകത്ത് ഉണ്ടായിരിക്കും. ലോകത്ത് എന്തുണ്ടായിരിക്കും? കഹോ കുട്ടികളെ പറയും. എന്ത്? സർസബ്സ് ഹോഗി. സർസബ്സ് പറഞ്ഞാൽ പച്ചപ്പുള്ളതായി തീരും എന്ന് പറഞ്ഞാൽ ഏത്? ഈ പിച്ചലി മുറാദ്. പിച്ചലി പറഞ്ഞാണ് ഈ കഴിഞ്ഞ കാലത്ത്, പോയ കാലത്ത്, പണ്ടത്തെ നമ്മളെ മുറാദ് എന്നാണ് ആഗ്രഹം. ഈ പിച്ചലി മുറാദ് എന്താണെന്നാണ്? സർസബ്സ് ആയിരിക്കും. എവിടെ? ആലമ്മേ. അപ്പൊ ഇതിന്റെ ഓർഡർ പറഞ്ഞാണ്. ഒന്ന് കഹോ കുട്ടികളെ പറയും. എന്താ പറയേണ്ടത്? ആലമ്മേ എന്നാണ്. ആലമ്മേ എന്താണ്? ആലമ്മേ ആര്? ഈ പിച്ചലി മുറാദ്. നമ്മളെ കഴിഞ്ഞ മോഹങ്ങളില്ലേ, അതായത് കഴിഞ്ഞ കാലത്ത് നമ്മളെ മോഹങ്ങൾ, ആരുടെ മോഹം? സർ സയ്യിദിന്റെ മോഹങ്ങളില്ലേ, എന്തായിരിക്കും എന്നാണ്? സർസബ്സ് ഹോഗി എന്ന് പറയുന്നതാണ് പച്ചപ്പുള്ളതായി തീരുന്നതാണ്. എന്താണ്? പച്ചപ്പുള്ളതായിട്ട് തീരുന്നതാണ്. ഈ പിച്ചലി മുറാദ് എന്താവുന്നതാണ്? പച്ചപ്പുള്ളതായിട്ട് തീരുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ അകലോങ്കി പറഞ്ഞാണ് അകലെ വാല എന്ന് പറഞ്ഞാണ് അകലോങ്കി. പൂർവികര് അകലോ എന്ന് പറഞ്ഞാണ് പൂർവികർ കേട്ടോ. അകലെ വാല എന്ന് പറഞ്ഞാണ് പൂർവികർ കേട്ടോ. അതാണ് പൂർവികരാരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ മാത്രല്ല, സർ സയ്യിദ് അഹമ്മദ് ഖാൻ കൂടെ വേറെ ഒരുപാട് ആളുകള് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്താ പറഞ്ഞത്? പിന്നെ മൂപ്പര് പറയാണ് രാജാക്കന്മാരൊക്കെ ദപ്പീനി അതുമാരിക്കുന്ന ബാഗുകളും അതുപോലെ തന്നെ തന്റെ ഐവാനുകളൊക്കെ അലങ്കരിച്ചു, അവരൊക്കെ ഇട്ടേച്ചു പോയി. പക്ഷെ ഒരു ജനതയെ സ്നേഹിക്കുന്ന ഒരു ജനനായകന് എന്ത് ചെയ്തു? ജനതയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു സുശക്തമായ ഒരു അടിത്തറ എന്ത് ചെയ്തു? പാകി. എന്നിട്ട് മൂപ്പര് പറയാണ്, കുട്ടികളെ നിങ്ങൾ
നിങ്ങൾ പറയും എന്താ നിങ്ങൾ പറയേണ്ടത്? ലോകത്ത് ഈ ഇദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ആഗ്രഹങ്ങളില്ലേ, പോയ ആഗ്രഹങ്ങൾ, പണ്ടത്തെ ആഗ്രഹങ്ങൾ എന്താവുന്നതാണ്? സർസബ്സ് ഹോഗി ഒന്ന് പറഞ്ഞ, നിങ്ങൾ പറഞ്ഞ ഞാൻ പോവാ, അടുത്തേക്ക് പോകും. സർസബ്സ് ഹോഗി എന്ന് പറഞ്ഞാല് പച്ചപ്പുള്ളതായിട്ട് പറയും. സാക്ഷാത്കരിക്കും, പച്ചപ്പുള്ളതായി സാക്ഷാത്കരിക്കും ഒക്കെ ആയിക്കോട്ടെ. അങ്ങനെയാണ് അതൊരു ആലങ്കാരികമായിട്ട് പറയാം കേട്ടോ. യാറാലോ അല്ലെങ്കിൽ ബോ അകലോം കി ഉമ്മീദേ. എന്താണ് ഉമ്മീദ് എന്ന് പറഞ്ഞാൽ? എന്താണ്? പ്രതീക്ഷകൾ. ലായകി പറഞ്ഞാല് ലാന കൊണ്ടുവരും. എന്ത് കൊണ്ടുവരും? കുച്ച് ബർഗോബാർ പറഞ്ഞാണ് കുച്ച് ബർഗറാണ് ഇല, ബാർ പറഞ്ഞാലോ പഴം അല്ലെ. ബർഗോബ ഇലയും പഴം കൊണ്ടുവരും പറഞ്ഞാണ് പ്രതീക്ഷകൾ. എന്താണ് പഴം കൊണ്ടുവരും പറഞ്ഞാണ് പ്രതീക്ഷകള്. എന്താ പറയാ, സ്വപ്നം സാക്ഷാത്കരിക്കും. അന്റെ അധ്വാനം വെറുതെ ആവൂല, അന്റെ അധ്വാനം ഉണ്ടാവുന്നതാണ് സാക്ഷാത്കരിക്കും പറയില്ലേ. എന്താണ് ലക്ഷ്യം കാണുന്നു പറയില്ലേ. ലക്ഷ്യം കാണുന്ന ആപ്യ മെഹനത്ത് രംഗ് ലായകി എന്ന് പറഞ്ഞാണ് അന്റെ എന്താണ് അന്റെ അധ്വാനം എന്താവുന്നതാണ് റിസൾട്ട് കൊണ്ടുവരും അല്ലെ. അതെന്താവുന്നതാണ് റിസൾട്ട് കൊണ്ടുവരും. അതേമാതിരി അല്ലെങ്കിൽ ഇങ്ങനെ പറയും കുട്ടികളെ, നിങ്ങൾ എങ്ങനെ പറയണം? ഓ അഗരോങ്കി ഉമ്മീദേൻ. ആ പൂർവികരുടെ പ്രതീക്ഷകളില്ലേ, നിങ്ങളിൽ ഏൽപ്പിച്ച പ്രതീക്ഷകള് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ട് രാവും പകലും മൂപ്പരെന്ത് യാചിക്കായിരുന്നു. ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാന്. എന്തിനു വേണ്ടിയിട്ട്? ജാമ്യ മസ്ജിദിൽ കയറിയിട്ട് മൂപ്പര് പ്രസംഗിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പൈസ എത്ര ചതി തരും. മുസ്ലിംകൾക്ക് ആർക്കും പൈസ ഉണ്ടാകുന്ന കാര്യമായിട്ട് ഒക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത് കൊള്ളടിച്ചു കൊണ്ടുപോയി. പിന്നെ മുസ്ലിങ്ങളുടെ കയ്യിൽ എന്തില്ല, നവമാർക്കും കാര്യമായിട്ട് പൈസ ഉണ്ടായിരുന്നില്ല. എല്ലാം ആരത്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ? നമ്മുടെ ഹൈദരാബാദിലെ നവാബ് ഉണ്ടായിരുന്നു, ആസിഫ് ജാഹി ഭരണകൂടത്തിലെ. മൂപ്പരടുത്ത് മാത്രമേ പൈസ ഉണ്ടായിരുന്നു കണ്ടമാനം. ബാക്കിയടുത്തൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. ഒക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇല്ലാതാക്കി. വേരോടെ പൊഴുതു കഴിഞ്ഞു. അപ്പൊ മൂപ്പരൊന്ന് ജാമ്യ മസ്ജിദിൽ പോയിട്ട് ആൾക്കാർക്ക് പിരിക്കാണ്, നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉള്ളത് തരും, ഞാൻ നിങ്ങളുടെ വരും തലമുറക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താവുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു യൂണിവേഴ്സിറ്റി പണിയാം, അത് നമ്മളുടെ ഭാവി തലമുറ എന്താ കാക്കും, അല്ലാതെ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല ബ്രിട്ടീഷുകാരോട് മൂപ്പര് ബോധ്യപ്പെടുത്തി. അങ്ങനെ കണ്ടമാനം പിരിച്ചിട്ടാ മൂപ്പര് എന്ത് ചെയ്തത്? യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത്. നമ്മുടെ കേരളത്തിൽ അതേമാതിരി ഒരാളുണ്ടായിരുന്നു. മൂപ്പര് കോഴിക്കോട്ടിലെ ഉമ്മാരടുത്ത് ഉമ്മമാർക്ക് തന്നെ കാക്കാരത്തൊക്കെ പറഞ്ഞു 10-50 വർഷം മുമ്പ്. എന്ത്? ഉമ്മമാരെ പെങ്ങന്മാരെ കോഴിക്കോട്ടുകാര് നല്ലാണ്ട് കടികൾ ഉണ്ടാക്കൂലെ, നല്ല കടികള്, എണ്ണക്കടികള്, വിഭവങ്ങൾ ഉണ്ടാക്കൂലെ, എണ്ണ വിഭവങ്ങൾ ഉണ്ടാക്കൂലെ നല്ല. അപ്പൊ ഓരോന്ന് പറയും, നിങ്ങള് മൂപ്പര് പ്രസംഗിക്കാണ്, നിങ്ങള് കടി എന്താ പറയാ, എണ്ണ വിഭവങ്ങളില്ലേ, എന്താ പറയാ, എണ്ണ കൊണ്ട് ഉണ്ടാക്കണ എന്താ പറയാ, എണ്ണക്കടി അല്ല, പിന്നെ നല്ലൊരു വാക്കുണ്ട്. നിങ്ങൾ ഉണ്ടാക്കണ ഒരുപാട് എന്റെ സാറ് പറഞ്ഞാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞ പലഹാരം. എന്താണ് നിങ്ങൾ ഉണ്ടാക്കുന്ന എണ്ണ പലഹാരങ്ങളിലെ മക്കളെ, അമ്മമാരെ പെങ്ങന്മാരെ, അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന പൈസ അല്ലേ, ആ പൈസ വെച്ച് തരും, ഞാൻ നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി തരാം എന്ന് പറയേണ്ടത് 19 വർഷം മുമ്പ്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു മാത്രല്ല, മൂപ്പര് ഉണ്ടാക്കിയത് യൂണിവേഴ്സിറ്റി. CH മുഹമ്മദ് കോയ മൂപ്പരുണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയിലാണ് ഞാനും പഠിച്ചത്, ഇപ്പൊ പഠിക്കണ നിങ്ങളും. ഈ മലബാറിനെ ഇത് മാറ്റിമറിച്ചു. മലബാറിനെ എന്ത് ചെയ്തു? 50 വർഷത്തെ മുമ്പത്തെ മലബാറും ഇപ്പോഴത്തെ മലബാറും എങ്ങനെ ആയത് ചോദിച്ചാൽ ഒറ്റ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റി ആയത് മൂപ്പരാന്ന് പ്രസംഗിച്ചായിരുന്നത്, ഉമ്മമാരെ പെങ്ങന്മാരെ നിങ്ങളെ പൈസച്ചേരി, നിങ്ങളെ പലഹാരം ഉണ്ടാക്കണ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കണത് എന്ത് അതിന് പൈസ ചെലവാക്കണം, ഞങ്ങളുടെ അടുത്ത് എത്ര പൈസ ചെലവായി ചമക്കിച്ചേരി, ഞങ്ങളെ മക്കളെ എന്ത് ചെയ്തോളാം, മക്കൾക്ക് വേണ്ടി നല്ല യൂണിവേഴ്സിറ്റി ഉണ്ടായിക്കോളാം. ഇവർക്കുണ്ടോ യൂണിവേഴ്സിറ്റി വെച്ചിക്കണോ? ഓർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. കാരണം എന്താണ്, എന്ത് യൂണിവേഴ്സിറ്റിയോ പ്രശ്നം ഹറാം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കുന്നത് ഉണ്ടാവും. ഇക്കോളിങ് ഉണ്ടാവും. പക്ഷെ മൂപ്പര് ഉറച്ചു നിന്നു, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിച്ചു, മലബാറിനെ ഇത് മാറ്റിമറിച്ചു. അതിനാണ് നിങ്ങളും ഞാനൊക്കെ നിരുന്നത്, പഠിക്കണതും ജോലി ചെയ്യണതും ഒക്കെ ചെയ്യണത്. മനസ്സിലായില്ലേ? നമ്മളെ അടിമുടി മാറ്റിമറിച്ചത്. അപ്പൊ എന്താണ് ഇങ്ങനെ പറയും അല്ലെങ്കിൽ അഗരോങ്കി അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളില്ലേ, ആ പൂർവികരുടെ പ്രതീക്ഷകൾ എന്താവുന്നതാണ്? ബർഗോബാർ ലായകി എന്താണ്? ഫലം കായ്ക്കുന്നതാണ്. എന്താണ്? ഫലം കായ്ക്കുമെന്നാണ് നിങ്ങൾ പറയണം. നിങ്ങൾ എപ്പോഴാണ് ഫലം കായ്ക്കുക? നിങ്ങൾ അധ്വാനിച്ചിട്ട് എന്ത് ചെയ്യുക?
പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓഫ് ക്യാമ്പസുകൾ കണ്ടമാനം വന്നു. എല്ലായിടത്തും മറ്റു സംസ്ഥാനങ്ങളില്ലാത്ത എല്ലാ സൗകര്യങ്ങളും നമ്മളെ തൊട്ടപ്പ കയ്യെത്തും ദൂരത്ത് വന്നു കഴിഞ്ഞു. നിങ്ങൾ അതിൽ പോയിട്ട് നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ ഭാവി ഉണ്ടാക്കുകയും നിങ്ങൾ സമൂഹത്തിന് എന്തെങ്കിലും സേവനം ചെയ്യും. അപ്പോഴും അത് എന്തെയുള്ളൂ? ബർഗോബാർ ലാന. ബർഗോബാർ ലാന എന്ന് പറഞ്ഞാൽ ഇത് ഫലം കുട്ടികളെ ഫലം ചെയ്യുക എപ്പോഴാണ്? ഇല കൊണ്ടുവരിക, ഇലയും അതുമാതിരി ഫലം കൊണ്ടുവരിക എപ്പോഴാണ്? അത് ഫലവത്താവുക അവരുടെ പ്രതീക്ഷകള് നിങ്ങൾ പഠിക്കുമ്പോഴാണ്. എങ്ങനെ പറയും? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും? അവരുടെ പിച്ചലി മുറാദ് എന്ത് ചെയ്യണം? ലോകത്ത് എന്താവുന്നതാണ്? സർസബ്സോഗി പച്ചപ്പുള്ളതായി തീരും. അതായത് ഫലം കായ്ക്കുന്നതായി തീരും. അത് ഫലം കാണുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പറയണേ മക്കളെ എന്ന് ആര് പറയാണ്? കവി പറയുകയാണ്. ആരോട്? നിങ്ങളോട് പറയുകയാണ്. മനസ്സിലായില്ലേ? ഇനി അവസാനത്തെ വരികയാണ് നമ്മൾ പറയട്ടോ. ഹോഗി പറഞ്ഞാൽ ആയിരിക്കും. ആലമ്മ ലോകത്ത് ആയിരിക്കും. ആയിരിക്കും തന്നെ ചെയ്യും പറയില്ലേ? കഹോ പറഞ്ഞാൽ പറയും. ഇത് ഓർഡർ ഇങ്ങനെയാണ്. എന്താണ്? സ്ക്രീൻഷോട്ട് എടുത്തേക്ക്. കഹോ പറയൂ കുട്ടികളെ. എന്ത്? ആലമ്മേ ആലമ്മയെ പെച്ചിലി മുറാദ്. ഈ കഴിഞ്ഞ മോഹങ്ങളില്ലേ? കഴിഞ്ഞ മോഹങ്ങളാണ് പഴയ മോഹങ്ങള്. ആരുടെ മോഹം? സർ സയ്യിദിന്റെ മോഹങ്ങൾ. പിച്ചലി പറഞ്ഞാണ് കഴിഞ്ഞത്. കഴിഞ്ഞ മോഹങ്ങള് പഴയ മോഹങ്ങളില്ലേ? സർ സയ്യിദിന്റെ മോഹങ്ങള് സർസബൂഗി പച്ചപ്പുള്ളതായിട്ട് എന്താവുന്നതാണ്? തീരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികളെ? പറയണം. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയില്ല. നിങ്ങൾ എങ്ങനെ പറയണം? അഗരോഗ്യ ഉമ്മേദിലായി ബർഗോബാർ എന്താണ്? അവരുടെ പ്രതീക്ഷകൾ എന്താവുന്നതാണ്? ഇലകൾ എന്ത് ചെയ്യുന്നതാണ്? കൊണ്ടുവരും. അല്ലെ ഫലവത്തായി തീരുമെന്ന് നിങ്ങൾ പറയണം. ആർക്കാ പറയാൻ കഴിയുള്ളൂ? നിങ്ങൾക്കാ പറയാൻ കഴിയുള്ളൂ. കാരണം അതുകൊണ്ട് ഗുണഭോക്താക്കളാണ് നിങ്ങളാണ്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? അഗലോക്കി പറഞ്ഞാണ് അഖിലെ പൂർവികര്. അഖിലാണ് പൂർവികർ കേട്ടോ. അഖിലോക്കി ഉമ്മീദനാണ്. പൂർവികരുടെ പ്രതീക്ഷകൾ എന്ത് ചെയ്യുന്നതാണ്? ബർഗോബാർ ലാന എന്ന് പറഞ്ഞാണ് ഫലവത്തായിരിക്കും എന്നാണ്. എന്താണ്? ഫലം കൊണ്ടുവരുന്നതാണ്. അത് റിസൾട്ട് കൊണ്ടുവരുന്നതാണ്. റിസൾട്ട് കൊണ്ടുവരുന്ന ആരാണ്? നിങ്ങളാണ്. അപ്പോ നിങ്ങൾ കളിച്ചെടുക്കാൻ പറ്റുമോ? ഒരിക്കലും കളിച്ചെടുക്കണം. പക്ഷെ അതല്ല കളിക്കണം. പക്ഷെ അതല്ല നിങ്ങൾ കളിക്കൽ എന്തെങ്കിലും ലക്ഷ്യം മാറരുത്. അതിന് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിന്റെ ചെറിയൊരു പാർട്ടായിട്ട് മാറണം. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് മുൻനിർത്തി നമ്മൾ എന്ത് ചെയ്യണം? ഇവർ ചെയ്തു വെച്ച നമ്മുടെ സൗകര്യങ്ങളില്ലേ? ഈ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചൊരു നല്ല ഉന്നതിയിലേക്ക് നമ്മൾ എത്തണം. അതാണ് എന്ത്? ബർഗോബാർ ലാന എന്ന് പറയുന്നത്. അങ്ങനെ പറയണം നമ്മള്. രണ്ടായാലും കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടമല്ലേ പറഞ്ഞാൽ അത് നിങ്ങൾ ഇഷ്ടം. ഓക്കെ. ചഷ്മ എന്ന് പറഞ്ഞാണ് ചഷ്മ കണ്ണടല്ല. കണ്ണട ഉണ്ട് അല്ലേ? ചഷ്മ എന്ന് പറഞ്ഞ ചഷ്മ അരുവി എന്താണ്? സർജു നദി. സരയു നദിയോ എന്താ പറയാ? സജു സരജു നദി നദിയാണ്. സരജു നദിയാണ് പറഞ്ഞാണ് ഈ ബിൽഡിങ്ങുകളിലെ മൂപ്പറുണ്ടാക്കിയ എന്താണ് കോമിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്താണ് എന്നാൽ ചഷ്മയെ സർജീവൻ എന്ന് പറഞ്ഞാണ് ചഷ്മ അരുവി. ഇപ്പൊ കന്നഡ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ചഷ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നഡയല്ല, ഇവിടെ അരുവി എന്ന അർത്ഥം കേട്ടോ. ചഷ്മയെ സർജു എന്ന് പറഞ്ഞാൽ സർജു നദിയാണ്. ജോ എങ്ങനത്തെ സർജു നദി എന്നറിയോ? ജോ ബഹ്താ രഹേഗ എന്ന് പറയുന്നതാണ് ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ? ബഹ്താ രഹേ എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടേയിരുന്നു. ബഹ്താ രഹേഗ ഒഴുകിക്കൊണ്ടേയിരിക്കും. യാ വഹി എന്ന് പറഞ്ഞാണ് യാ വഹി പറഞ്ഞാലോ ഇവിടെ അവിടെ അങ്ങിങ്ങാട്ട് ഇവിടെ അവിടെ. ചിലപ്പോ ഇപ്പൊ മലപ്പുറത്ത് വന്നു, മറ്റോടത്തും ബംഗാളിൽ വന്നു, പല സ്ഥലത്തും ഇത് വന്നു. ചഷ്മയെ സർജീവൻ ഹേ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഈ അതില്ലേ വിദ്യാഭ്യാസത്തിന്റെ എന്താണ് ഈ പ്രളയം? അതാണ് സർജു എന്നാണ്. ചഷ്മയെ സർജീവൻ ഹേ സർജു നദിയാണ്. എങ്ങനത്തെ സർജു നദി എന്ന് അറിയും മക്കളെ? ബഹ്താരഹേഗ അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നതാണ്. യാ വഹി ഇവിടെയും അവിടെയൊക്കെ എന്താണെന്നാണ്? ഒഴുകിക്കൊണ്ടേയിരിക്കുന്നതാണ്. പിന്നെ ചിലപ്പോൾ മഴക്കാലം വരും, അതിൽ വേനൽക്കാലം വരും. എന്നാലും അത് എന്താണ്? അതിന്റെ കഴിയുന്ന പോലെ എന്താ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഫലം എന്താണ്? നദിയുടെ ഫലം എന്താവുന്നതാണ്? എല്ലാവർക്കും കിട്ടുന്നതാണ്. എല്ലാ കുട്ടികൾക്കും എന്താവുന്നതാണ്? ലഭിക്കുന്നതാണ്. സബ് ഉദർജായകി എന്ന് പറയുന്നതാണ് ഉത്തരണ ഉദർജായകി. വെറ്റും എന്താണ്? വെറ്റും അല്ലെങ്കിൽ എന്താണ്? ഇറങ്ങും. വെള്ളം ഇറങ്ങണീനും പറയും, അല്ലാതെ ഇറങ്ങണീനും എന്ന് പറയും ഉദർജായകി എന്ന് പറയും. ഇവിടെ വെള്ളം ഇറങ്ങുന്നതാണ്. ചെടിച്ചെടുക്കുക എന്ന് പറയുന്നത് ചടുന്ന എന്ന് പറയുന്നതാണ് കയറുക. സബ് ഉദർ ജായകി എല്ലാം എന്താവുന്നതാണ്? ഇറങ്ങും. കേറിയിട്ട് നദിയ എന്ന് പറഞ്ഞാലോ നദികള്. ബർസാത്ത് പറഞ്ഞാലോ
വർഷകാലത്ത് വർഷകാലത്തിലെ നദികൾ എന്താവുന്നതാണ് കയറി കയറിയിട്ട് എല്ലാതും എന്താവുന്നതാണ് താഴും. എന്നാലും എന്താവുന്നതാണ് നദി ഒഴുകാതിരിക്കോ? ഇല്ല. എന്നാലും നമ്മൾ അദ്ദേഹം ഉണ്ടാക്കിയ മിഷൻ എന്താവുന്നതാണ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ഗുണഭോക്താക്കളാണ് ഒരുപാട് ആളുകൾ എന്താവുന്ന വരുന്നതാണ്. പക്ഷെ നമ്മൾ വെറും കെട്ടിടം ഉണ്ടാക്കിയിട്ട് വെറും എന്താണ് ആലങ്കാരികമായിട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതിനൊക്കെ ഏറ്റവും നല്ലത് എന്താണ്? വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ എന്താവരാണ് നീക്കിവെക്കലാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് എന്താവുന്നതാണ് ചഷ്മേ സർജു എന്താണ് സർജു നദിയാണ്. എങ്ങനത്തെ സർജു നദിയാണ്? ജോ ബഹ്താരേഖയാമഹി ഇവിടെ അവിടെയൊക്കെ എന്താവുന്നതാണ് ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ് കാലചക്രം വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കും. സബ് ഉദർ ചായക്ക് ചടിച്ചടക്ക് നദിയാൻ പറ സാധിക്കാറാലോ. മഴക്കാലത്തെ നദികൾ എന്താവുന്ന കയറി കയറിയിട്ട് എന്താവുന്ന എല്ലാം വെള്ളം ഇറങ്ങും എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ കാലചക്രം ഒരുപാട് നീങ്ങിക്കൊണ്ടിരിക്കും. വെള്ളം കയറും, മഴക്കാലം വരും, വേനൽക്കാലം വരും, ഒക്കെ വരും, കാലചക്രം വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കും. എന്നാലും എന്താണ് നമ്മുടെ നദി എന്താവുന്നതാണ് സരജു നദി ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇവിടെ അദ്ദേഹം ഉണ്ടാക്കിയ ബിൽഡിംഗ് ഇല്ലേ, എന്താണ് യൂണിവേഴ്സിറ്റി ഇല്ലേ, ആ യൂണിവേഴ്സിറ്റിയാണ് ചഷ്മയെ സരജുൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും കിട്ടാത്തുണ്ട് ഇതിൽ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അല്ലെ. അസ്സലാമു അലൈക്കും. ഇതിന് നോട്ട് തയ്യാറാക്കി.